ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു പുതിയ സിം ആക്ടിവേഷൻ ചെയ്യുന്നത്. ആപ്ലിക്കേഷനിൽ കയറിയതിനു ശേഷം ആക്ടിവേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണ് ഉണ്ടാവുക: ന്യൂ, MNP ആൻഡ് CYN. ഇവിടെ ന്യൂ എന്നത് നമുക്ക് റാൻഡം ആയിട്ട് നമ്പർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. MNP എന്നത് പോർട്ടിംഗ് ഓപ്ഷനാണ്. CYN എന്നത് ചൂസ് യുവർ നമ്പർ എന്ന ഓപ്ഷനാണ്. ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത് CYN എന്ന ഓപ്ഷനാണ്. ഈ വിൻഡോയിൽ സെലക്ട് FRC പ്ലാൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള പ്ലാൻ സെലക്ട് ചെയ്യുക. താഴത്തേക്ക് വരുമ്പോൾ ചൂസ് നമ്പർ ബൈ എന്ന ഓപ്ഷനിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് പാറ്റേൺ ആണ്. പാറ്റേണിൽ നമുക്ക് ഏത് തരത്തിലുള്ള നമ്പേഴ്സ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൊടുക്കുന്നത് 733 എന്ന നമ്പറാണ്. നമ്മളത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ പാറ്റേണിൽ വരുന്ന കുറച്ചധികം നമ്പേഴ്സ് നമുക്കിവിടെ താഴെ കാണാനാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രീമിയം ആണോ ഫ്രീ ആണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രീമിയം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക, അതിൽ പേയ്മെന്റ് വരും. അതിൽ ഫ്രീ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്കൊരു നമ്പർ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫ്രീ നമ്പർ ചൂസ് ചെയ്തു. അതിനുശേഷം നമുക്ക് സിം സ്കാൻ ചെയ്യുന്ന ഓപ്ഷനാണ് ഉണ്ടാവുക. സ്കാൻ ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനത്തെ ഓപ്ഷനിൽ EKYC എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെക്ക് സിം അവൈലബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോകും. വെരിഫൈ ഓൾട്ടർനേറ്റ് നമ്പർ ആൻഡ് ഇമെയിൽ എന്നുള്ളത് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം കസ്റ്റമർ ഡിക്ലറേഷൻ ഓർ കൺസെന്റ് എന്നുള്ളതാണ്. അവിടെ നമുക്കൊരു കൺസെന്റ് ഉണ്ടാവും. അത് സ്ക്രോൾ ചെയ്ത് പോയാൽ അത് എഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റമറുടെ ആധാർ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക. അതിനുശേഷം ഫേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറുടെ ഫേസ് സ്കാൻ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത വിൻഡോയിൽ കസ്റ്റമറുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഫില്ലാവുന്നതാണ്. അതിനുശേഷം കസ്റ്റമറുടെ ലൈവ് പിക്ചർ എടുക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കണം കസ്റ്റമറുടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ. അതിനുശേഷം ലോക്കൽ അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ് ഡീറ്റെയിൽസ് എന്ന് വരുന്ന ഭാഗത്ത് എൻ്റർ പാൻ എന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കണക്ഷൻസ് എന്ന് ചോദിക്കും. അവിടെ എത്ര നമ്പേഴ്സ് ഓഫ് കണക്ഷൻ കസ്റ്റമേഴ്സിനുണ്ട് അത് കൊടുക്കുക. അതിലേതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് റീചാർജ് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സിം ആക്ടിവേഷൻ ആയതിനു ശേഷം ചെയ്യാം. ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ പോസ്റ്റ് ഡിക്ലറേഷൻ ഓർ കൺസെന്റിൽ അത് സ്ക്രോൾ ചെയ്യുക, എഗ്രി ചെയ്യുക, ഏജന്റിന്റെ ഫേസ് ID സ്കാൻ ചെയ്യുക. ഇതിനുശേഷം 15 മിനിറ്റിനകം നമ്മുടെ സിം ആക്ടിവേഷൻ ആയിരിക്കുന്നതായിരിക്കും. കോള്, ഡേറ്റ, SMS എന്നീ സേവനങ്ങൾ കസ്റ്റമർക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.